നമസ്കാരം എല്ലാ എസ്എൽ പ്രേമികൾക്കും GTF വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പുതിയൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. സ്വീഡിഷ് ഫുട്ബോളർ ആയിട്ടുള്ള സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള 34 വയസ്സുകാരനായിട്ടുള്ള മാഗ്നസ് എറിക്സനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റാറയുടെ കീഴിൽ കളിച്ചിട്ടുള്ള താരം കൂടെയാണ് മാഗ്നസ് എറിക്സൺ എന്ന് പറയുന്നത്. മാഗ്നസ് എറിക്സനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ മിക്കാൽ സ്റ്റാർക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം മാഗ്നസ് എറിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് അറിയാൻ വേണ്ടി. മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോർജിയോസ് മനാലിസ് എന്ന് പറയുന്ന 29 വയസ്സുകാരൻ ഗ്രീക്ക് സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ജോർജിയോസ് മനാലിസ് എന്ന് പറയുന്നത്. ഡിമിട്രിയോസ് ഡയമൻഡാഗോസ് എന്ന് പറയുന്ന ഗ്രീക്ക് താരത്തിന് പകരക്കാരനായിട്ട് മറ്റൊരു ഗ്രീക്ക് സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനാണോ SD ശ്രമമെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അതുമാത്രമല്ല ചെറിയൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. മാർക്കസ് മിർക്കലോവ് പറയുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു താരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നേരെ കാണാം അതൊരു വിദേശ താരമാകുമോ അതോ ഒരു ഡൊമസ്റ്റിക് സൈനിങ് ആകുമോ എന്ന് അറിയാൻ വേണ്ടി. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.